നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയുടെ കുർസ്ക് റീജിയനിലെ കുറച്ച് ഭാഗങ്ങളിലേക്ക് യുക്രൈൻ സൈന്യം ഇരച്ചു കയറിയതിനു ശേഷം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചത് യുക്രൈൻ മിലിറ്ററി റഷ്യൻ മിലിറ്ററിയെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. റഷ്യയുടെ കുർസ്ക് റീജിയനിലേക്ക് ഇരച്ചു കയറിയ യുക്രൈൻ്റെ ഒട്ടുമിക്ക സൈനികരും ഇപ്പോൾ റഷ്യൻ മിലിറ്ററിയുടെ മാരകമായ ആക്രമണങ്ങൾക്ക് മുൻപിൽ മരിച്ച് വീണുകയാണെന്ന് മാത്രമല്ല, യുക്രൈൻ മിലിറ്ററി ഉപയോഗിച്ച ഒട്ടുമിക്ക നൂതനമായ ആയുധങ്ങളും റഷ്യൻ സേന നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യുക്രൈൻ ഗവൺമെൻറ്റും യുക്രൈൻ മിലിറ്ററിയും വിചാരിച്ചത് യുക്രൈൻ സേന റഷ്യയുടെ കുർസ്ക് റീജിയനിലേക്ക് ഇരച്ചു കയറി റഷ്യയുടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്താൽ യുക്രൈൻ്റെ കാർക്കീവ് റീജിയനും ഡോൺബാസ് റീജിയനും പിടിച്ചെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന റഷ്യൻ മിലിറ്ററിയെ റഷ്യ പിൻവലിക്കുമെന്നും അവരെ കുർസ്ക് റീജിയനിൽ യുക്രൈൻ മിലിറ്ററി പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മോചിപ്പിക്കുവാൻ ഉപയോഗിക്കും എന്നുമായിരുന്നു. യുക്രൈൻ വിചാരിച്ചതിന് വിപരീതമായി റഷ്യൻ മിലിറ്ററി യുക്രൈൻ്റെ കാർക്കീവ് റീജിയനിലും ഡോൺബാസ് റീജിയനിലും അവരുടെ ആക്രമണം കടുപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ റീജിയനിലെ കൂടുതൽ പ്രദേശങ്ങൾ റഷ്യൻ മിലിറ്ററി ഇപ്പോൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സപ്ലൈ ചെയ്ത അമേരിക്കയുടെ F-16 ഫൈറ്റർ എയർക്രാഫ്റ്റ് റഷ്യൻ എയർഫോഴ്സ് ഈയിടെ നശിപ്പിച്ചതിന് ശേഷം റഷ്യൻ എയർഫോഴ്സിനെ പേടിച്ച് അമേരിക്ക ഇനി മുതൽ F-16 ഫൈറ്റർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ചെയ്യാനുള്ള ടെക്നീഷ്യൻസിനെയോ അതുപോലെ F-16 വേണ്ടുന്ന പാർട്സുകളോ യുക്രൈന് നൽകില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യൻ മിലിറ്ററിയുടെ മാരക ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ യുക്രൈൻ്റെ കാർക്കീവ് മേഖലയിലും അതുപോലെ ഡോൺബാസ് മേഖലയിലുമുള്ള പട്ടാളക്കാർ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, യുദ്ധമുഖത്തുള്ള പല പട്ടാളക്കാരും റഷ്യൻ മിലിറ്ററിയുടെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ മിലിറ്ററി ദയനീയ പരാജയം എല്ലാ മേഖലകളിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായുള്ള യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാതെ റഷ്യ യുക്രൈൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇനിയും നീളുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ യുക്രൈൻ്റെ പരിപൂർണമായ പരാജയമായിരിക്കും ലോകരാജ്യങ്ങൾ കാണാൻ പോകുന്നത്.